ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തത് ഒരു ഫുൾ വീഡിയോ ആണ്. ഫുൾ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കല്യാണ വീഡിയോ ആണ്. കല്യാണ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണും. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പം അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്കും എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇടി ഇത് എവിടുത്തെ കല്യാണമാണ്, ഏത് നാട്ടിലെ കല്യാണമാണോ, അല്ലെങ്കിൽ ബ്രാഹ്മിൻസിൻ്റെ കല്യാണമാണോ എന്നൊക്കെ. ആരുടെ കല്യാണക്കാരെ പറയണേ? എൻ്റെ കൂട്ടുകാരി അതുകൊണ്ട് കല്യാണം. അപ്പോൾ അത് ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ബ്രാഹ്മിൻസ് അല്ല, അവർ വേറെ നാട്ടുകാരല്ല, നമ്മുടെ സ്വന്തം ആലപ്പുഴക്കാരാണ്. അവരുടെ റിച്വൽസ് കാര്യങ്ങളൊക്കെ നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ആയിരുന്നു. അധികം ആളൊന്നും ഇല്ലാത്ത ക്ലോസ് ആൾക്കാർ മാത്രമുള്ള നല്ലൊരു കല്യാണമായിരുന്നു. അപ്പം ഭാഗ്യവശാൽ എനിക്ക് ആ കല്യാണം ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പം അതിൻ്റെ തലേന്നേൻ്റെ പകുതി ദിവസം തൊട്ടുള്ളത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് എങ്ങനായിരുന്നു, മീൻസ് അവരുടെ റിച്വൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ കാണാം. തലേ ദിവസത്തെ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ ആദിത്യേൻ്റെ വീട്ടിലോട്ട് ചെന്നു. കാരണം ഒറ്റയ്ക്ക് കയറി ചെല്ലുന്നതിൽ നല്ലല്ലേ ലേറ്റ് കമ്മേഴ്സ് ആയിട്ടുള്ള വേറെ കൂട്ടുകാരായിട്ട് കയറി ചെല്ലുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. നമ്മുടെ ബ്രൈഡ് വന്നിട്ട് ഒരു ബ്രൈറ്റ് ഓർ മെറൂൺ റെഡ്, എനിക്ക് തോന്നുന്നു മെറൂൺ റെഡാണ് എൻ്റെ കണ്ണിന് പിടിച്ചത്. മെറൂൺ റെഡിലെ ഒരു ധാവണി മോഡൽ ഒരു ഔട്ട്ഫിറ്റായിരുന്നു ആളുടെ. നല്ല രസമുണ്ടായിരുന്നു ആളെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫി ആയിരുന്നു. ആ ചേട്ടന്മാർ ആളുടെ മെഹന്തിയും പിന്നെ പുടവേൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കായിരുന്നു. പിറ്റേ ദിവസം വീട് വിട്ടു പോകുന്നതിൻ്റെ ഒരു സങ്കടം ആളുടെ മുഖത്തുണ്ടെങ്കിൽ പോലും ആളെ ചിരിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കായിരുന്നു കേട്ടോ. ഒത്തിരി ദൂരമൊന്നുമല്ല കെട്ടി പോണത്, വീടിനടുത്ത് തന്നെയാണ്. 9 വർഷം പ്രേമിച്ച് കെട്ടുകയാണ് ഗൈസ്. അപ്പോൾ വീടിനടുത്താണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള വിഷമം, വീടൊക്കെ എപ്പോഴും ഇനി വീട്ടിലോട്ട്, അതൊക്കെ ആയിരിക്കാം ആളുടെ മനസ്സിലും. ഇച്ചിരി കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരുവിധം എല്ലാവരും ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇത് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ത്യജിക്കണ കൂട്ടുകാരാണ് നിങ്ങളിപ്പോൾ കാണുന്ന. മേശരടിയിലൊക്കെ നിന്നാണ് ആളുടെ സ്കേർട്ടൊക്കെ വലിച്ചു കൊടുക്കണത്. പിന്നെ ഈ കാണുന്നത് അവളുടെ അമ്മേൻ്റെ അനിയത്തിമാരാണ്. രണ്ടുപേരും ഇങ്ങനെ അമ്മേനെ പോലെ തന്നെ ആയിരുന്നത്. ഞാൻ പറയായിരുന്നു ഡ്യൂപ്പിട്ടതായിരിക്കും എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു വൈറ്റ് തീമായിരുന്നു അവരുടെ തലേ ദിവസത്തെ കോസ്റ്റ്യൂംസിൻ്റെ കളർ വൈറ്റായിരുന്നു. ഇതാണ് ആദുവിൻ്റെ പെറ്റ് ചാർലി. ഇപ്പോൾ ആ ഒറ്റയ്ക്കായിപ്പോയി. പിന്നെ ഞങ്ങളവിടെ നോക്കി ഇതേ കല്യാണ മണ്ഡപം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ അനിയത്തിക്കുട്ടിയാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഡോറയുടെ മാപ്പ് പോലെ ഈ കോപ്പാണ് നമ്മൾ അവിടെ വരെ എത്തിക്കുന്നത്. ഞങ്ങൾ ഗ്രൂപ്പായിട്ടും സിംഗിളൊക്കെ ആയിട്ട് അവളുമായിട്ട് ഫോട്ടോ എടുത്തിട്ട് നേരെ കഴിക്കാൻ പോയി. വീടിൻ്റെ വേറൊരു സൈഡിലായിട്ടായിരുന്നു ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുട്ടും ബോട്ടിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു ഇച്ചിരി റൈസ് എനിക്ക് വേണ്ടി കൂടുതൽ എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. നേരെ വീട്ടിലേക്ക് വന്നു, ആദിത്യേൻ്റെ വീട്ടിൽ വന്നു. എന്നുവെച്ചാൽ നാളെ പോകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് തേച്ച് തരാണ് ഗൈസ്. ഇതാണ് നാളെ ഞാൻ ഇടണ ഡ്രസ്സ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡ്രസ്സായിരുന്നു ഇന്നത്തെ അവരുടെ ഡ്രസ്സ്. കണ്ടോ, ഒരെണ്ണവൾ എനിക്ക് ഓൾറെഡി ഇത് തേച്ചാണ്. ഇതൊരു മെഡിക്കൽ ഓഫീസറിൻ്റെ യൂണിഫോമാണ് ഗൈസ്. ഗൈസ് ഇതില്ലേ, ഇതിനകത്ത് ഇത് കണ്ടോ, ഇതിലെ എൻ്റെ പീലി കണ്ടോ, ഇങ്ങനെ കാണത്തി. ഞാൻ ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചു തരാവേ. എൻ്റെ പീലി മാഴ്സിൻ്റെ മസ്കാര വെച്ചിട്ട് ചെയ്തതാണ്. എത്ര നോക്കിയിട്ടും NY ബാൻഡ് റിമൂവർ വെച്ചിട്ടും പിന്നെ അല്ലാതെ കൈ കൊണ്ട് പറിച്ചിട്ടൊന്നും പോണില്ല. അപ്പോൾ അതിനർത്ഥം മാഴ്സിൻ്റെ ഡബിൾ ട്രബിൾ എന്ന് പറയുന്ന മസ്കാര നല്ലൊരു മസ്കാരയാണ്. നമ്മൾ വിചാരിച്ചാൽ പോലും ആ സാധനം പോയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കും അത് യൂസ് ചെയ്യാം. ഓക്കെ, എനിക്കൊന്ന് മൈസിലർ വാട്ടർ വെച്ചിട്ട് പോകുമായിരിക്കും. ആൻഡ് ഐ ഹാവ് ദാറ്റ് സാധനമുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അതിട്ടിട്ട് ഞാൻ കളഞ്ഞു കാണിക്കാം. പക്ഷെ അത് പോകും, അതെന്തായാലും പോകും. അവിടുന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്ക് വല്ലാത്തൊരു വിശപ്പായിരുന്നു എനിക്കും അമീൻസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ നേരെ അടുക്കളയിൽ കയറി. വീട്ടുകാരൊക്കെ കിടന്ന് കഴിഞ്ഞായിരുന്നു ആ സമയത്ത്. എന്നാലും ഒരു നാണോ ഇല്ലാതെ ഞങ്ങൾ രണ്ടാളും അടുക്കളയിൽ കയറി ഓരോന്ന് തപ്പാണ്. എവിടെയായിരുന്നു പലഹാരപ്പൊതി വെച്ചതെന്നായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾക്കൊരു കവർ കിട്ടി. കവറിനകത്ത് എന്തായിരുന്നു, എനിക്ക് തോന്നുന്നു മിക്സറോ എന്തൊക്കെയായിരുന്നു, അല്ല മധുരസേവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അത് എടുക്കാൻ നിന്നില്ല. രാത്രിയിൽ കഴിച്ച വല്ല വയറ്റ് നോവ് വന്നാൽ കല്യാണം കുളമാവും നമുക്കറിയാം. അതുകൊണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നൊരു തണ്ണിമത്തങ്ങ, ബത്തക്ക, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഈ സാധനം ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു.
അതിൻ്റെ കൂടെ തന്നെ ഉപ്പുമാങ്ങയും ഞങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല, പിന്നെ അവളുമാരുടെ അടുത്തോട്ട് നമ്മൾ പോകാമെന്ന് കരുതി. ശരിക്കും ചൂടെടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു തണ്ണിമത്തങ്ങ തിന്നണം. അതെ, സ്വർഗം. നമ്മൾ എന്നിട്ട് ഇവിടുത്തെ വീട്ടിലുള്ളവരോട് ചോദിക്കണം ഇത് വേണോ, നമ്മുടെ വീടാ കഴിച്ചോന്ന് പറയണം. പിന്നെ രാത്രിയിൽ അല്ലു അമിൻസയ്ക്ക് ഒരു ഫേസ് മാസ്ക് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് തന്നു അമിൻസ. അതൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു നേരെ പല്ല് തേച്ച്. അപ്പം ഞാൻ ഓർത്തു ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പുറകെ വരുമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി. പല്ല് തേപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദേ മൈലാഞ്ചി കാണിക്കുകയാണ് ഗൈസ്. അപ്പം ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ പുറകെ എല്ലാവരും വരും എന്ന് മനസ്സിലാക്കിയ ഞാൻ പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. ദേ അമിൻസ തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലു ഇപ്പോഴും കിടന്നുറങ്ങുകയാണ്. എന്ത് കാര്യത്തിലാണ് അറിയത്തില്ല. പാറുക്കുട്ടിയുടെ വീട്ടിൽ കടലക്കറി, അന്നത്തെ കടലക്കറി അവളുടെ വകയായിരുന്നു ഗായ്സ്, നല്ലായിരുന്നേ. നമ്മൾ രാവിലെ എഴുന്നേറ്റു, ആകെ പല്ല് തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മേലൊക്കെ കഴുകണം. നല്ല ചൂടാണ്. മേലിൽ കഴുകി നമ്മൾ ബാക്കി ഡ്രസ്സൊക്കെ മാറ്റി. അവിടെ കുരയ്ക്കണ പട്ടി കേട്ടോ, അത് ലൂക്കനെ പോലെ കാണാൻ ലൂക്കനെ പോലെ ഇരിക്കണ ഒരു പട്ടിയാണ്. ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിയിട്ട് നമുക്ക് പോകണം. അതിന് മുന്നേ ആദിത്യൻ്റെ വീട്ടിലുള്ള ഒരു 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 സീനറി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, വേമ്പനാട്ട് കായലാണ്. ഇത് ആദിത്യൻ്റെ വീടാണെങ്കിൽ ഇത് വേമ്പനാട് കായലാണ്. ചമ്മു നല്ല രസമുണ്ട് കാണാം. പാമ്പൊന്നും കാണായിരുന്ന മതിയായിരുന്നു. കണ്ട നല്ല ഭംഗിയില്ലേ. ഞാൻ ഈ കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ, അമിൻസയുടെ 3000 രൂപ, എത്രയാണ് 3000 രൂപ വില മതിക്കുന്ന ഒരു പെർഫ്യൂം തറയിൽ വീണ് പൊട്ടിയ സീനാണ് നിങ്ങൾ കാണുന്നത്. അമ്മ അത് ക്ലീൻ ആക്കാനൊക്കെ നോക്കുകയാണ്. അമിൻസയ്ക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് നിക്കാക്ക വാങ്ങിച്ചു കൊടുത്തതാണെന്ന് തോന്നുന്നു ആ പെർഫ്യൂം. ആ മുറിക്കകത്ത് എന്തായാലും അതിൻ്റെ ഒരു മണമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എനിക്കൊന്ന് വെള്ളിമൂങ്ങയിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഒരു വണ്ടി ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന മേക്കപ്പൊക്കെ വെറുതെയാണ് മനസ്സിലായത് അവിടുത്തെ ചൂട്. ഞാൻ ആദുവിനോട് 3-4 വട്ടം ചോദിച്ചു, നിനക്ക് വല്ല മഴക്കാലത്ത് വല്ലോ കല്യാണം വെച്ചുകൂടായിരുന്നു, കാരണം അതേപോലത്തെ ചൂടായിരുന്നു, വെട്ടി വിയർക്കായിരുന്നു. കൂടാതെ ഞാൻ മേക്കപ്പ് ഫിക്സർ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആരും തന്നെ. പോകുന്ന വഴിക്ക് ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ച് എനിക്ക് തോന്നി ആ ഉടുപ്പിൻ്റെ അടുത്തൊരു മുല്ലപ്പൂവിൻ്റെയും കൂടി കുറവുണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ഈ ഉടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെനിക്ക് ധന്യാക്കച്ചിയുടെ ഇൻലോയും കൂടി സെറ്റ് ചെയ്ത് തന്ന ഒരു ഡ്രസ്സായിരുന്നു. പിടിയുന്നൊരു പരിപാടിയായിരുന്നു. തലേ ദിവസം എനിക്ക് തയ്ച്ചു തന്നായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ഇതായിട്ട് ഇടാം, അല്ലെങ്കിൽ ഒരു ചുരിദാർ എന്തെങ്കിലും ഇടാമെന്നും പറഞ്ഞിരുന്ന സമയത്ത് ചേച്ചി എനിക്ക് തയ്ച്ചു തന്നെയാണ് ഗൈസ്. വന്നേ വരൂ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം. ഇത് അലീന എൽബർട്ട്. ദിസ് ഈസ് ആദിത്യ അബി. ദിസ് ഈസ് അമിൻസ ഹുസൈനല്ലോ. ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ സാരിയും പെണ്ണിൻ്റെ ഫൈനൽ ലുക്ക്. ഞങ്ങൾ അവളെ കണ്ടു, ഭയങ്കര സന്തോഷം. ഞങ്ങളോട് ചോദിക്കുകയാണ് 9 മണി എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴാണോ ഈ വരുന്നത് എന്നായിരുന്നു ചോദിച്ചത്. അവളെ നന്നായിട്ട് ഡ്രൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ മേക്കപ്പ് നല്ലതായിരുന്നു, അവളുടെ ഓർണമെൻറ്റ്സ് നല്ലതായിരുന്നു. മൊത്തത്തിൽ അവൾക്കൊരു 10 ഔട്ട് ഓഫ് 10 ലുക്കായിരുന്നു അവൾക്കുണ്ടായിരുന്നു. അവളുടെ ഹെയറിൽ വെച്ച ആക്സസറീസും ഒക്കെ നല്ലതായിരുന്നു. അമിൻസ കണ്ട ഉടനെ മാഷല്ല എന്നൊക്കെ പറയായിരുന്നു. അത്രയ്ക്കും ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ. പിന്നെ കല്യാണ മണ്ഡപവും കല്യാണ സ്ഥലങ്ങളും ഒട്ടും ആളും അധികം റഷും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത, ഒട്ടും ക്രൗഡില്ലാഞ്ഞ ഒരു കല്യാണമായിരുന്നു. ഭയങ്കര ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് ആയിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവളെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം കൂട്ടിയിട്ട് ഒരു കല്യാണം. എനിക്ക് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും റഷ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് അവളുടെയും എൻ്റെയും ഫ്രണ്ട്സാണ്. അവർ എന്നെ കണ്ടപ്പോൾ അവൾ മാറുന്നു കേട്ടോ, അവൾ വല്ല വ്ളോഗിനകത്ത് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. ഈ കാണുന്ന സാധനം ഒരു അടിപൊളി സാധനമായിരുന്നു. കല്യാണത്തിന് ത്രൂ ഔട്ട് ഞങ്ങൾ കൊണ്ട് നടന്നു. അവളും ഉപയോഗിച്ചു, ഞങ്ങളും ഉപയോഗിച്ചു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാനായിരുന്നു. അത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അധികം വേർത്തില്ല. പിന്നെ അതേ നമ്മുടെ ക്യാമറാമാൻ മെയ്ജോ നല്ല രസമായിട്ട് അവളുടെ ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളുടെ ഫോട്ടോ കാണാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കൂടിയാണ് അവൾക്ക് താലമൊക്കെ എടുത്ത് അവളെ അങ്ങോട്ടേക്ക് മണ്ഡപത്തിലേക്ക് കയറ്റിയത്. ശരിക്കും അവളുടെ കല്യാണത്തിൽ ഈ താലികെട്ട് കണ്ണ് നിറയായിരുന്നു. ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടി വന്ന ഒരു താലികെട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ അടുത്ത ആളും കെട്ടാണ് ഗൈസ്. അതിനാണ് സങ്കടമല്ല, അതൊരു ആനന്ദാശ്രു എന്നൊക്കെ പറയാം. അവൻ താലികെട്ട സമയത്ത് ഉമ്മയൊക്കെ കൊടുത്തോട്ടെ, എനിക്ക് ഭയങ്കര നാണായി.
കേട്ടോ. അത് ഉടുക്ക് കൊട്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഈ ഉടുക്ക് കൊട്ടും പാട്ടും ഒക്കെ ആയിരുന്നു ഇവരുടെ കല്യാണത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നത്. സാധാ വീട്ടിലെ പോലെ ഒരു സിനിമാ സോങ്ങും അതൊക്കെയാണ് ഈ കല്യാണത്തിന് ഭയങ്കരമായിട്ട് വേറിട്ട് നിർത്തിയത്. താലി കെട്ടിയപ്പം അവിടെ ചേട്ടന്മാർ ആർപ്പോ വിളിക്കുകയും അവൻ കാല് അമ്മി ഒരകല്ലോ അമ്മിക്കല്ലിൻ്റെ ആ സാധനത്തിൽ വെച്ച് കൊടുക്കും. പിന്നെ ഈ ചേട്ടൻ ഇപ്പോൾ ഇവളോട് എന്താ പറഞ്ഞതെന്ന് ഞാൻ പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ പറഞ്ഞത് എനിക്കറിയത്തില്ല. അവൾ ഭയങ്കര ബ്ലഷിങ് ആയിരുന്നു, അവളെ കാണാൻ ഭയങ്കര നാണായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അതേപോലെ തന്നെ മലര് ഹോമകുണ്ടത്തിൽ ഇവരുടെ സ്റ്റേജിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അരിമാവ് വെച്ച് കോലും പിന്നെ ഹോമകുണ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വ്യത്യസ്തമായിരുന്നു. ഞാനിതൊക്കെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ അമ്മിക്കല്ല് അരകല്ലയിൽ ഈ കാല് വെച്ച് കൊടുക്കണ സീനും കാര്യങ്ങളൊക്കെ. ബ്രാഹ്മിൻസിൻ്റെ കല്യാണത്തിന് ഒരു പക്ഷേ ചേട്ടൻ അമ്പലത്തിലെ ശാന്തി ആയതുകൊണ്ടൊക്കെ ആയിരിക്കും അന്ന് ഞാൻ വിചാരിച്ചു ചേട്ടനെ വിളിച്ച് തന്നെ കല്യാണം നടത്തണം എന്ന്. കാരണം അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ കൊണ്ടൊരു കല്യാണമായിരുന്നു അവിടുത്തെ റിച്വൽസും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇത്രയും ചൂടിൽ ഞങ്ങൾ ഈ ഡ്രിങ്ക്സ് കാരണമാണ് കേട്ടോ ഞങ്ങൾ സർവൈവ് ചെയ്തത്. കാരണം വല്ലാത്ത ചൂടായിരുന്നു. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ചൂടിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് എല്ലാവരും വന്നിരുന്നെങ്കിൽ, അതായത് ഈ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് അല്ലാതെ സാധാ ഒരു കല്യാണം പോലെ കുറേ ആൾക്കാരൊക്കെ വന്നിരുന്നെങ്കിൽ എന്തായേനെ സ്ഥിതി എന്ന് എനിക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു. പിന്നെ ഞാനല്ലാത്ത എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് എൻ്റെ ക്യാമറ ഗേളാണിത്. പിന്നെ മേജോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും. ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ട ഉടനെ സംസാരിച്ച് എന്നെ ദിവ്യ എന്നാണ് വിളിച്ചത്. പക്ഷേ എനിക്ക് സങ്കടങ്ങളൊന്നുമില്ല, അവർ മനസ്സിലാക്കി. അത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെയൊക്കെ വന്ന് മിണ്ടിയല്ലോ. നേരത്തെ വന്ന ആളുടെ വീഡിയോ എന്തായാലും എടുക്കണം, അതുകൊണ്ടിട്ടാണ്. വളരെ നേരത്തെ ആയിരുന്നു. ഞാൻ ഇവളുടെ പുറകെ ആയിരുന്നു, ഇവളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. എന്നുവെച്ചാൽ അവൾ ഓരോ പൂക്കിത്തരങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും. പിന്നെ ഇത് ചേട്ടനും ചേച്ചിയുമാണ്. ആദുവിൻ്റെ ചേട്ടനും ചേട്ടൻ്റെ പെണ്ണും രണ്ടുപേരും മാച്ചിങ് ഡ്രസ്സ് ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവരുടെയും കല്യാണം സൂൺ ടു ബി ആണ്, വെയിറ്റിംഗ് ആണ്. പിന്നെ ഞങ്ങളുടെ കല്യാണ ഗിഫ്റ്റ് നക്ഷത്രയിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു നെക്ലേസാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെക്കൻഡ് സ്റ്റഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സെഫീൻ്റെ കല്യാണത്തിനും ഇതേപോലത്തെ ഒരു മാലയായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഹർഷയും സെഫിയും അൻറ്റിയും കൂടി വാങ്ങിച്ച ഒരു ഗിഫ്റ്റായിരുന്നു. എന്തായാലും ആദുവിന് ഇഷ്ടപ്പെട്ടു. അതും എക്സ്പെക്റ്റഡ് ആയിരുന്നു, ഇതേപോലെ ആയിരിക്കും എന്ന് ആദും എക്സ്പെക്റ്റഡ് ആയിരുന്നു. കല്യാണത്തിൻ്റെ തിരക്കുകളും ചടങ്ങുകളും ഒക്കെ കഴിഞ്ഞ് ഹിയർ വി കമ്മിങ് ടുവേർഡ്സ് ദ മെയിൻ പാർട്ട് ഓഫ് ദ കല്യാണം. എന്തൊന്നാണ്? സദ്യ. അതെ, ഞാൻ അതിനാണല്ലോ പോകുന്നത്. ഓരോ കല്യാണങ്ങൾക്കും ഞാൻ പോകുന്നത് സദ്യയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പം സദ്യ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എനിക്ക് വ്യത്യാസമായിട്ട് ആകെപ്പാടെ തോന്നിയത് ഇവർ പരിപ്പ് ആദ്യം കൊണ്ടൊഴിച്ചു. നമ്മുടെ ആലപ്പുഴ കല്യാണങ്ങൾക്കൊക്കെ പരിപ്പുണ്ട് താനും, പക്ഷെ ചോറ് വന്നിട്ടാണ് പരിപ്പ് വന്നത്. ഇവർ പരിപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മണ്ടക്കാണ് ചോറിടണത്. അങ്ങനെ എല്ലാ കറികളും രുചിച്ച് നോക്കി ഞാൻ ആദ്യമായിട്ട് എല്ലാ കറികളും കൂടെ കൂട്ടി ഞാൻ കഴിച്ചു. എന്നിട്ടും ഞാൻ മൊത്തമൊന്നും കഴിച്ചില്ല കേട്ടോ. സദ്യ നല്ലതായിരുന്നു. നമുക്ക് കിറുങ്ങി പോകണം അങ്ങനത്തെ സദ്യ ഒന്നും അല്ലായിരുന്നു. പക്ഷെ നല്ല അവരും പറഞ്ഞു, അല്ലും ആദ്യമൊക്കെ പറഞ്ഞു നല്ല സദ്യയായിരുന്നു. പിന്നെ പായസം, 2 കൂട്ടം പായസവും പഴവും പപ്പടവും കൂട്ടി കഴിച്ചു. ആ ചൂടത്തും വെട്ടി വീർത്ത് കഴിക്കാൻ കാണിച്ച എൻ്റെ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോരുത്. പിന്നെ ഫൈനലി ഞങ്ങൾക്ക് എവിടുന്ന് ഒരു ഫാൻ കിട്ടി. സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ ആ ഫാനിൽ മാറ്റി നമ്മൾ. പിന്നെ അവളുടെ താലി കണ്ട നല്ല വെറൈറ്റി ഒരു താലിയായിരുന്നു, അവൾ നോക്കിയെടുത്താൻ തോന്നുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പോരുമായിരുന്നു. നല്ല ടയേർഡായിരുന്നു എല്ലാവരും. ഞങ്ങൾ വണ്ടിയിൽ ഉറക്കമൊക്കെ പാസ്സാക്കി അങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെയും അല്ലുവിൻ്റെയും പ്ലാൻ ഇന്ന് തന്നെ പോകണം എന്നായിരുന്നു. അമിൻസ പിറ്റേ ദിവസത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങി. അതിനിടയ്ക്കും ഞങ്ങൾ തീറ്റ വിട്ടിട്ടില്ലായിരുന്നു. ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഒരു കേക്കും കഴിച്ച് ഞങ്ങളൊരു 5:30 വരെ ഞാൻ കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. 5 മണി വരെ ഞങ്ങൾ ഉറങ്ങി. എന്നിട്ട് അല്ലുമായിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇറങ്ങി അവളെ കൊണ്ട് അരൂരാക്കി ഞാനും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഓരോരുത്തർ വീതം കെട്ടുകയാണ്. എൻ്റെ കല്യാണം എപ്പോഴാണെന്ന് ചോദിക്കരുത്. അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. ടാറ്റ ബൈ ബൈ, സീ യു.